കോതമ്പുമണി നിലത്തു വീണു ചാകുന്നില്ല എങ്കിൽ അതു തനിയെ ഇരിക്കും, ചത്തു എങ്കിലെയാ വളരെ വിളവുണ്ടാകും യേശു പറഞ്ഞു. അപ്പോൾ മാത്രമേ അതിന് വളരാനും ധാരാളം ഫലം കായ്ക്കാനും കഴിയൂ. അത് ചാകുന്നില്ല എങ്കിൽ അത് ഒറ്റയ്ക്ക് തന്നെ തുടരും. നമ്മുടെ സ്വാർത്ഥ വഴികൾ ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ അനുഗ്രഹം ലഭിക്കുന്നതെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തെ നാം സ്നേഹിച്ചാൽ മാത്രം അവസാനം നമുക്ക് അത് നഷ്ടപ്പെടും. എന്നാൽ നാം അത് ദൈവത്തിന് നൽകാൻ തയ്യാറാണെങ്കിൽ അവൻ അത് നിത്യജീവനായി സുരക്ഷിതമായി സൂക്ഷിക്കും. ഇത് ശാരീരിക മരണത്തെക്കുറിച്ചു മാത്രമല്ല, അഹങ്കാരം, സ്വാർത്ഥത, ലൗകിക മോഹങ്ങൾ എന്നിവ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചുമാണ്. നാം ദൈവത്തിന് കീഴടങ്ങുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തെ അർത്ഥവത്തായതും ഫലപ്രദവുമാക്കുന്നു. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ നാം എത്രത്തോളം മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം നാം ശൂന്യരായിത്തീരുന്നു. എന്നാൽ നാം ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുമ്പോൾ ത്യാഗത്തിലൂടെ ഒരിക്കലും അവസാനിക്കാത്ത യഥാർത്ഥ ജീവിതം നമുക്ക് ലഭിക്കും. ചുരുക്കത്തിൽ, നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു.